ഓണം മലയാളിയുടെ സ്വകാര്യ സ്വത്താണ്. ഏതു ദേശത്തായാലും ഓണപ്പെരുമയിൽ അവർ ഒന്നിക്കുന്നു. ഹൃദയത്തിൽ പൊന്നോണമായി ഓണസ്മരണകൾ പ്രഭയേകി വിളങ്ങുന്നു. മഹാബലിയുടെ കഥ മാത്രമല്ല പൊന്നോണത്തിനുള്ളത്. ഓണചരിത്രം ചേര രാജാക്കന്മാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അവരുടെ പരദേവതയായ തൃക്കാക്കര വാമനമൂർത്തിയുടെ ഉത്സവാഘോഷങ്ങൾ രാജ്യം ആചരിച്ചതാണ് ഓണമെന്നതാണ് ആ പക്ഷം. ഐതിഹ്യങ്ങൾക്കും മിത്തുകൾക്കും അവധി കൊടുത്ത് നമ്മൾക്കറിയാവുന്ന ചരിത്ര സത്യങ്ങൾ തിരയുമ്പോൾ ഓണപ്പെരുമയ്ക്ക് നേരവകാശം പഴയ കൊച്ചി രാജ്യത്തിനാണെന്ന് കാണാം. അത്തച്ചമയ ആഘോഷങ്ങൾ തിളക്കമാർന്ന് വിശ്വത്തോളം ഉയർന്ന് ആഘോഷിക്കപ്പെടുന്നത് ഇന്നും അവിടെ മാത്രമാണ്. തൃപ്പൂണിത്തറ അത്തച്ചമയവും ഘോഷയാത്രയും ലോക ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ഇന്ന് വിദേശികൾ കാണാൻ കൊതിക്കുന്ന ഭാരതത്തിലെ ആഘോഷങ്ങളിലൊന്ന് തൃപ്പൂണിത്തറ അത്തച്ചമയമാണ്. അതിന്റെ പഴയകാല ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിക്കാം. നേരിനെ നേരിട്ടറിയാം. ഓണാഘോഷം പഴയ കൊച്ചി രാജ്യത്ത് തുടങ്ങുന്നത് തൃപ്പൂണിത്തറയിൽ നടക്കുന്ന അത്തച്ചമയത്തോടെയായിരുന്നു. ഓണത്തിന് മുന്നോടിയായി ഒരു നാട് ഒരുങ്ങുന്നു എന്നർത്ഥം. കൊച്ചി രാജ്യത്തിന്റെ ദേശീയോത്സവമായിരുന്നു അത്തം നാളിൽ രാജ്യത്തിന്റെ ആസ്ഥാനമായ തൃപ്പൂണിത്തറയിൽ അരങ്ങേറിയിരുന്ന അത്തച്ചമയ ഘോഷയാത്ര. നാട്ടുരാജ്യങ്ങളിൽ അക്കാലത്ത് ഇത്രയും വർണ്ണാഭമായ ഒരു പരിപാടി കൊച്ചി രാജ്യത്ത് മാത്രമായിരുന്നു എന്ന് തന്നെ പറയാം. ആയിരത്തി 1948 അവസാനത്തെ അത്തച്ചമയം. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനത്തോടെ അത്തച്ചമയം ഇല്ലാതെയായി. പിന്നീട് അനുസ്മരണമായി അത്തം നാളിൽ തുടങ്ങുന്ന തൃപ്പൂണിത്തറയിലെ അത്തം ഘോഷയാത്ര ഇപ്പോഴും മുടങ്ങാതെ നടന്നു വരുന്നു. ജനസംഖ്യ നന്നേ കുറവും കൂട്ടുകുടുംബ വ്യവസ്ഥിതിയും ഉണ്ടായിരുന്ന പഴയ കാലത്ത് തീണ്ടലും തൊട്ടുകൂടായ്മയുമൊക്കെയുള്ള അനാചാരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അത്തം നാളിൽ കൊച്ചി മഹാരാജാവിന്റെ കൊട്ടാരമായ ഹിൽ പാലസിൽ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും പ്രവേശിക്കുവാനുള്ള അനുവാദമുണ്ടായിരുന്നു. ജന്മിക്കും കുടിയാനുമൊക്കെ ഈ ദിവസം മുതലുള്ള ഓണക്കാലം ആഹ്ലാദം നിറഞ്ഞതായിരുന്നു. കൊച്ചി മഹാരാജാക്കന്മാർ തൃപ്പൂണിത്തറയിൽ നടത്തി വന്നിരുന്ന അത്തച്ചമയാഘോഷം ദേശമറിയിക്കൽ എന്ന ചടങ്ങോടെയാണ് ആരംഭിച്ചിരുന്നത്. പണ്ട് അത്തത്തിന് 3 ദിവസം മുൻപ് കൊട്ടാരത്തിന്റെ ഗോപുരവാതിൽ നിന്നും ആനയും അമ്പാരിയും നഗരാവ് കൊട്ടിയും കൊമ്പും കുഴലും വിളിച്ച് ഘോഷയാത്രയായി അത്തച്ചമയാഘോഷത്തെക്കുറിച്ച് പൊതുജനങ്ങളെ അറിയിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. ഓരോ ദിവസവും ഓരോ ഗോപുരത്തിൽ നിന്നായിരിക്കും ഈ ഘോഷയാത്ര തുടങ്ങുന്നത്. 4-ാം ദിവസം പ്രധാന ഗോപുരവാതിലൂടെയാണ് അത്തച്ചമയ ഘോഷയാത്ര പുറപ്പെടുന്നത്.
കർത്താവ്, കൈമൾ തുടങ്ങിയ മാടമ്പിമാരും തണ്ടാർ, മുസലിയാർ തുടങ്ങി പ്രത്യേക പദവികൾ നൽകപ്പെട്ടിരുന്ന രാമനഗര മുഖ്യന്മാരും ഘോഷയാത്രയിൽ പങ്കെടുക്കണമെന്നത് ഒരു വഴക്കമായിരുന്നു. നെട്ടൂർ തങ്ങളും കരിങ്ങാച്ചിറ കത്തനാരും ചെമ്പിലരയനും എത്താതെ ഘോഷയാത്ര ഒരിക്കലും തുടങ്ങില്ല എന്നത് ഓണം മതാതീതമായിരുന്നുവെന്നതിൻ്റെ നേർക്കാഴ്ചയാണ്. ഘോഷയാത്ര തിരിച്ചെത്തിക്കഴിഞ്ഞാൽ മഹാരാജാവ് ബ്രാഹ്മണന്മാർ, സാമന്തന്മാർ, മാടമ്പിമാർ, ആശായ്മകൾ, ദേശായ്മകൾ എന്നിങ്ങനെ ക്രമമനുസരിച്ച് സമ്മാനങ്ങൾ നൽകി ആദരിക്കും. തുടർന്ന് വിഭവസമൃദ്ധമായ സദ്യയാണ്. പങ്കെടുക്കുന്നവർക്കെല്ലാം സർവാണി കൊടുക്കുന്ന പതിവും ഉണ്ടായിരുന്നു. ചേർത്ത് തുന്നിക്കെട്ടിയ 3 നാക്കിലയിലാണ് ഈ ദിവസം മഹാരാജാവിൻ്റെ അമർത്തേത്ത്. അലങ്കരിച്ച നിറപറയുടെയും നിലവിളക്കിൻ്റെയും മുന്നിലെ ഇലയിൽ വലിയ പപ്പടം, 8 കൂട്ടം ഉപ്പേരി, 8 കൂട്ടം ഉപ്പിലിട്ടത്, 8 കൂട്ടം പ്രഥമൻ, പഴവർഗ്ഗങ്ങളടക്കം 64 കൂട്ടം വിഭവങ്ങളുണ്ടാവും. കുട്ടികളുടെ തലപ്പന്ത് കളിയാണ് ഏറെ പ്രധാനം. 2 ടീമായി തോലിൽ ചകിരി നിറച്ച തലപ്പന്ത് കൊണ്ടുള്ള കളി എവിടെയും കാണാമായിരുന്നുവെന്ന് പഴമക്കാർ പറയുന്നു. അത്തം നാൾ മുതൽ മഹാബലിക്കായി വലിയ പൂക്കളവും ഇതിന് തൊട്ട് വടക്ക് ഭാഗത്തായി തൃക്കാക്കരി അപ്പനെ ഇരുത്താൻ ചെറിയ പൂക്കളവും ഒരുക്കുന്ന പതിവ് ഇവിടങ്ങളിലുണ്ടായിരുന്നു. തിരുവോണം നാളിൽ മരുമക്കൾക്ക് അമ്മാവന്മാരും മക്കൾക്ക് അച്ഛന്മാരും ഓണപ്പുടവ കൊടുക്കുന്നത് അക്കാലത്ത് പതിവായിരുന്നു. കാലമേറെയായെങ്കിലും ഇന്നും കാലാതീതമായി അത്തച്ചമയം നിലനിൽക്കുന്നു. തൃപ്പൂണിത്തുറയുടെ മണ്ണിൽ മാത്രമല്ല, ഓരോ മലയാളിയുടെ മനസ്സിലും ഘോഷയാത്രയൊരുക്കി.